രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടല്ലെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന് വേണ്ടത്. പാകിസ്ഥാൻ തീവ്രവാദി ആക്രമണം ലോകത്തിന് മുന്നിൽ എത്തിച്ച് പിന്തുണ നേടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ദൗത്യസംഘമായി അയക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. BJPയുടെയും പ്രധാനമന്ത്രിയുടെയും ഈ രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിയാതെ കുരുടൻ ആനയെ കണ്ടതുപോലെ ഇരുട്ടിലാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസ് ഇപ്പോൾ മോദിയോട് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഇതായിരുന്നു: ലോകഗുരു എന്ന് അവകാശപ്പെടുന്ന താങ്കൾക്ക് രാജ്യം പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും സഹായം വേണമല്ലേ? ഈ ചോദ്യം ഉയർത്തിയിരുന്നെങ്കിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രി നന്നേ പ്രയാസപ്പെടുമായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പതിറ്റാണ്ടുകളായി പറയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന BJP തങ്ങളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ കഴിഞ്ഞെങ്കിലും പാകിസ്ഥാനെതിരെ നിലപാടെടുക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കാത്തത്? ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുക മാത്രമാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് ദൗത്യസംഘങ്ങളെ ലോകരാഷ്ട്രങ്ങളിലേക്ക് അയച്ച് പിന്തുണയാർജിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ചെറുത്തു നിൽക്കണമെങ്കിൽ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണം. BJPയും കോൺഗ്രസും ഇടതുമുന്നണിയും ഉൾപ്പെടെ കൊടികളുടെ നിറവ്യത്യാസമില്ലാതെ ഐക്യപ്പെട്ടാൽ മാത്രമേ ശത്രുരാജ്യങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും മോദിയെയും വിദേശകാര്യമന്ത്രിയെയും കുഴയ്ക്കുന്ന ചോദ്യങ്ങളുമായി രംഗത്തു വന്നിട്ടൊരു കാര്യവുമില്ല. ദേശീയ താൽപ്പര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിന് നിഷ്പ്രയാസം കഴിയും. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായ സർക്കാരിൻ്റെ മുന്നിൽ അണിനിരന്നുകൊണ്ട് പ്രതിസന്ധിയിൽ കോൺഗ്രസിൻ്റെ സഹകരണം അനിവാര്യമല്ലേ എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടിയിരുന്നത്. കോൺഗ്രസ് ആയാലും ഇടതുകക്ഷികളായാലും അവരുടെ ദേശീയ നേതൃത്വങ്ങൾക്ക് പലപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ടുതന്നെയാണ് കോൺഗ്രസിലെ പാർലമെൻറ്റിലെ അംഗസംഖ്യ ഒരു ഘട്ടത്തിൽ 40-ഉം ഇപ്പോൾ 100-ഉമായി കുറഞ്ഞു പോയത്. ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ ആകട്ടെ 64-ൽ നിന്ന് 10-ൽ താഴെയായി കുറഞ്ഞു. ഇതിനെല്ലാം കാരണം അപ്സ്റ്റെയർ വേക്കൻ്റായ ദേശീയ നേതൃത്വമാണ്. പാകിസ്ഥാൻ അപേക്ഷിച്ചപ്പോഴാണ് വെടിനിർത്തലിന് രാജ്യം വഴങ്ങിയത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വെടിയുണ്ടേക്കാൾ ശക്തമായിരുന്നു. പവിത്രമായ സിന്ദൂരം വെടിമരുന്നായാൽ എന്താണ് ഉണ്ടാകുക എന്ന് ശത്രുരാജ്യം പഠിച്ചെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയുടെ 3 സേനകളും സൃഷ്ടിച്ച പത്മവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയ പാകിസ്ഥാൻ മുട്ടുമടക്കിയപ്പോഴാണ് ഇന്ത്യ വെടിനിർത്തിയത്. തൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന ചോരയ്ക്ക് ചുവപ്പ് നിറമല്ല, സിന്ദൂരത്തിൻ്റെ നിറമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ സഹോദരിമാരെയും അമ്മമാരെയുമാണ് അഭിസംബോധന ചെയ്തത്. ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി വെറും ഒരു പ്രതികാരമല്ലെന്നും നീതിയുടെ പുതിയ രൂപമാണ് നടപ്പിലാക്കിയതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ആണവ ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യ ഭയപ്പെടില്ല. ഭീകരാക്രമണം നടത്തുന്നവരെയും അവരെ പോറ്റി വളർത്തുന്ന സർക്കാരിനെയും നമ്മൾ വേറിട്ട് കാണുന്നില്ല, ഒന്നായിട്ടാണ് കാണുന്നത്. നേരിട്ടുള്ള യുദ്ധം വന്നാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഭീകരവാദത്തെ പാകിസ്ഥാൻ ആയുധമാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ ദേശസ്നേഹികളെ കയ്യിലെടുക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കും പ്രവൃത്തിയും. ഈ ഘട്ടത്തിൽ ദേശീയതയ്ക്കെതിരെ ആര് സംസാരിച്ചാലും ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തീവ്രവാദി ആക്രമണങ്ങളെ വിലയിരുത്താൻ. ഓരോ വാക്കും സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് ജാഗ്രതയുണ്ടാവണം. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നും സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരിക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം തികച്ചും ന്യായമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധിക്കാനാവില്ല. അധിനിവേശ കശ്മീരിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പരാമർശങ്ങളെ ആദ്യഘട്ടത്തിൽ തള്ളിക്കളയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കശ്മീരിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ മൂന്നാമതൊരു രാജ്യത്തിനും സാധ്യമല്ല. അതാണ് വർഷങ്ങളായി ഇന്ത്യ തുടരുന്ന പാരമ്പര്യം. അത് ലംഘിച്ചുകൊണ്ടാണ് വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലവട്ടം ആവർത്തിച്ചത്. വെടിനിർത്തൽ ആദ്യം ലോകത്തെ അറിയിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര താൽപ്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ട്രംപ് തുടക്കം മുതൽ സംഭവങ്ങളിൽ ഇടപെട്ടത്. ഈ നടപടികളെ വൈകിയാണെങ്കിലും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിമർശിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ട്രംപിനെതിരെ ശക്തമായൊരു നിലപാടുണ്ടായില്ല എന്നത് വാസ്തവമാണ്. ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും രാഹുൽ ഗാന്ധിയെ അടക്കം ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന നിലപാടാണ് മന്ത്രിമാരും BJPയും സ്വീകരിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനും കൂടി സർക്കാർ തയ്യാറാകേണ്ടതാണ്. ദേശീയതയുടെ പേരിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിലപാട് ഒരു തരത്തിൽ ന്യായീകരിക്കാനാവില്ല. രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഭരണകക്ഷിയായ BJPക്കും സർക്കാരിനുമുള്ള അതേ അവകാശ അധികാരങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷത്തിനുമുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ വിസ്മരിക്കരുത്.